രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതയെ ലക്ഷ്മണൻ കൊണ്ടുവിട്ടത് വയനാട്ടിലെ വനത്തിലാണെന്നാണ് ഐതിഹ്യം. അവിടുന്ന് സീതയ്ക്ക് വാത്മീകി മഹർഷി തൻ്റെ ആശ്രമത്തിൽ അഭയം നൽകി. ഈ ആശ്രമത്തിൽ ഒരുക്കിയ ദർഭപ്പുല്ലിലേക്കാണ് ലവകുശന്മാര് ജനിച്ചു വീണത് എന്നാണ് പറയപ്പെടുന്നത്. ദർഭ എന്ന പുല്ലിൽ പള്ളിയുറങ്ങുന്നവർ എന്നതിൽ നിന്നാണ് ഈ പ്രദേശത്തിന് പുൽപ്പള്ളി എന്ന പേര് രൂപപ്പെട്ടത്. എന്നാൽ സീതാദേവി ദർഭപ്പുല്ലിന്മേൽ വിശ്രമിച്ചതിനാലാണ് ഈ പ്രദേശത്തിന് പുൽപ്പള്ളി എന്ന പേര് ലഭിച്ചതെന്നും മറ്റൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിന്റെ പുറത്തായിരിക്കാം ദർഭപ്പുല്ലുകൊണ്ടാണ് ഈ ആശ്രമം മേഞ്ഞിരിക്കുന്നത്. ലവകുശന്മാരുടെ സന്തത സഹചാരിയായിരുന്ന ഹനുമാനു വേണ്ടി സമർപ്പിച്ച ഒരു ചെറിയ അമ്പലവും ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയായാണ് സീതാദേവി ലവകുശ പ്രതിഷ്ഠ വരുന്ന കേരളത്തിലെ ഒരേയൊരു അമ്പലം. ലവനും കുശനും ബാല്യത്തിൽ കളിച്ചു വളർന്ന പ്രദേശമാണിതെന്ന് പറയപ്പെടുന്നു. 18-ാം നൂറ്റാണ്ടിൽ കേരളവർമ്മ പഴശ്ശിരാജയാണ് ഇത് നിർമ്മിച്ചത്. പഴശ്ശിരാജ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഇവിടുത്തെ ഉത്സവത്തിന് വന്ന് അന്നദാനം കഴിച്ചതും അന്ന് നേരം വൈകി ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തിയതിന് വാർഡന്റെ അടുത്തു നിന്ന് വഴക്ക് കിട്ടിയതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ.